ആധുനിക ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വളരെ വേഗത്തിൽ പ്രവാസികളായ നമുക്ക് മുന്നിൽ മലയാളത്തിലെ ഓരോ ഹാസ്യാവിഷ്കാരങ്ങളും ആസ്വാദ്യവേദ്യമാക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായി നൂതനവും കാലികവുമായ ഒരു സംഗീത ഹാസ്യ ദൃശ്യാവതരണം സൂര്യക്ലേട്ടണിലെ കലാകാരന്മാർ അഭിമാന പുരസ്സരം ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ദൃശ്യാവതരണത്തിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അനുഭവവേദ്യമാക്കുന്ന കഥയുടെ പേര് നിങ്ങളെന്നെ കാമുകനാക്കി. തികച്ചും നൂതനവും വ്യത്യസ്തവുമായ ഈ കഥയിലെ കഥാപാത്രങ്ങൾ കേരളത്തിലെ ഒരു കോളേജിലെ 4 സുഹൃത്തുക്കളാണ്. ഒരേ ഹോസ്റ്റൽ റൂമിൽ സഹവസിക്കുന്ന വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള ഈ 4 പേരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാരാണീ വരുന്നത്? ഹായ്, ഇത് നമ്മുടെ സുബ്രഹ്മണ്യനല്ലേ? ഓ, നമ്മുടെ സുബ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി, തികച്ചും സാത്വികൻ, ദൈവഭക്തൻ, ഒറ്റ വാക്കിൽ വെറും ഒരു പുസ്തകപ്പുഴു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ. സുബ്രഹ്മണ്യൻ്റെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ പങ്കജാക്ഷനെ ഇനി നമുക്ക് പരിചയപ്പെടാം. ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് പാക് ജാക്സൺ എന്നാണെങ്കിലും ലുക്ക് കണ്ട വെറും ഒരു പറങ്കി ജാക്സൺ. പങ്കനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രൻ്റെ നേർ വിപരീതം. 100 പേർക്ക് പ്രേമാഭ്യർത്ഥന നടത്തി ഒരുത്തി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം നിങ്ങളൊക്കെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ, ഇതൊക്കെ തന്നെ. അതാ വരുന്നു പ്രേമൻ, പ്രേമചന്ദ്രൻ. പഞ്ചാരപ്രേമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. എവിടെ പെണ്ണുണ്ടോ അവിടെ പ്രേമനുണ്ട്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഭൂമി കറങ്ങുന്നുണ്ടോടാ? ഉണ്ടേ. അപ്പോ സാറ് പറഞ്ഞത് നേരാണോ?
ആണ്. എടോ, ഈ പാട്ടിനിവിടെ എന്താ പ്രസക്തി? അതേ, ദാ വരുന്നതാ നമ്മുടെ ജോണി. ഓ, കുടിയൻ ജോണി, ജോണി വാക്കർ, താമര ജോണി അല്ലേ? അതെ, ഇവനാണ് ആ ഹോസ്റ്റൽ മുറിയിലെ 4-മൻ. 24 മണിക്കൂറും വെള്ളത്തിൽ മുങ്ങിയാണ് അവൻ്റെ നിൽപ്പ്. താമര തന്നെ. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. ഹേയ്, ഇവരൊക്കെ എവിടെ പോയി? അവരെവിടെ പോകാൻ? ഹോസ്റ്റൽ മെസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരാറായല്ലോ. ആ, ദേ വന്നു. പാൽ പോലെ 16 എനിക്കൊരു ഗേൾഫ്രണ്ട് വേണം. ഇன்று പുതിதாக വിട മലർ പോലെ എനിക്കൊരു ഗേൾഫ്രണ്ട് വേണം. ഇളയക്കാലത്ത് കഠിനക്കാലത്ത് നെഞ്ചല്ലാര കൈകൾ ആടിക്കൊള്ളുമേ. വിയർപ്പை പാടിന്താൽ മഴയിൽ നനഞ്ഞാൽ മുഖത്തരി മുഖത്താൽ തുണയ്ക്കാനുമേ. எனக்கொரு ഗേൾഫ്രണ്ട് വേണമാടാ. எனக்கொരു ഗേൾഫ്രണ്ട്. എന്താണിന്ന് പതിവിൽ കവിഞ്ഞ് പങ്കനും പ്രേമനും കണ്ണാടിക്ക് മുന്നിൽ തമ്മിലടിക്കുന്നത്? അറിഞ്ഞില്ലേ? ഒരു പുതിയ കിളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പൈങ്കിളി. ആ, എന്തോന്നാ അവളുടെ പേര്? മോനിക്ക. മോനിക്ക തമ്പ്രാട്ടി. Jumba, 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 jumba. തമ്പ്രാന്റെ മഞ്ചൽ മൂളി താളോട്ടു പോരുന്നുണ്ടേ. കോലോത്തെ തമ്പ്രാനാണേ ചേലൊത്ത തമ്പ്രാട്ടിയും. ചാഞ്ചക്ക ചക്ക 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 ചാഞ്ചക്ക ചക്ക ചക്ക ചക്ക. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ
തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ. ഹേയ്, ഇവൾ ആരാണ് ഈ വിളിക്കുന്നത്? ലവനെ ആയിരിക്കും. ലവൻ. എൻ്റെ അമ്മോ, ഇത് ശശിയല്ലേ? മട്ടാഞ്ചേരി ശശി. ഓ, വടിവാൾ ശശി. കൂടെ ഹൈദ്രോസും ഉണ്ടല്ലോ. वो आ गया, देखो देखो वो आ गया. पिया तू अब तो आजा, शोला सा मन दहके आके बुझा जा, तन की ज्वाला ठंडी हो जाए ऐसे गले लगा जा. Monica, oh my darling, Monica, oh my darling. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. എക്കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എക്കരളിൽ താമസിച്ചാൽ മാപ്പു. പങ്കൻ മട്ടാഞ്ചേരി ശശിയോടാണല്ലോ മുട്ടിയിരിക്കുന്നത്. മൂർഖനെയാണ് നോവിച്ചിരിക്കുന്നത്. കരിമൂർഖനെ. ഇനി എന്താണാവോ സംഭവിക്കുന്നത്? എന്തും സംഭവിക്കും. വാ, ഹോസ്റ്റലിലേക്ക് ചെല്ലാം. La 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 la. Hey 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 hey.
എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടായൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കിളിപ്പെണ്ണ്. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂട്ടായൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്, കുളിരാമ്പല തളിർ കൂമ്പി നിൽക്കണ കണ്ണ്, അവളമ്പിളിയുടെ കുമ്പിളിലൊരു പൊന്ന്, ചിരി കണ്ടാൽ ചൊക ചോക്കും ഒരു ചുന്ദരി പെണ്ണ്. എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്, കിളിപ്പെണ്ണ്. ഒരായിരം കിനാക്കളം കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. തരത്തര തരത്തര തരത്തരാരരാരരാരരാ. അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരു വരം ഇനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കുണുങ്ങി മണുങ്ങി അലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി. അയ്യേ ഈ മരമടയനു ഞാനതിരല്ലടവും. പിടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും മുറുക്കും ചെറുക്കാം മെതിച്ചും ചതച്ചും മുറിച്ചും തൊലിച്ചും കുരുമുളക് അരിപടി ഒരു പിടി വിതറി വിടും. കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കഥ ഇവിടെ തീരുന്നില്ല. ഇപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, കോളേജ് ജീവിതത്തിന് ശേഷം ഇവരെല്ലാം എന്തായി തീർന്നു എന്ന്. അപക്വമായ സ്വപ്നങ്ങളോടും സംഭവബഹുലമായ കലാലയ ജീവിതത്തോടും വിട പറഞ്ഞ ഇവരുടെ കഥ ഇനിയും തുടരുന്നു. കാലം ആർക്കു വേണ്ടിയും കാത്തുനിന്നില്ല. യഥാർത്ഥ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ചേക്കേറിയ ഇവരെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ
സൂത്രധാരന്മാർ നേരിൽ കാണുകയുണ്ടായി. ഇവരെ കാലം ഏതെല്ലാം മേഖലകളിലേക്കാണ് ആനയിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്ന. പ്രേമൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആതുര സേവന രംഗത്ത് ഉയർന്ന ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നു. പങ്കജാക്ഷൻ. പങ്കൻ IT രംഗത്ത് തൻ്റെ പ്രൊഫഷൻ അരക്കെട്ട് ഉറപ്പിച്ച് ഓസ്ട്രേലിയയിൽ തന്നെയുണ്ട്. ഓസ്ട്രേലിയയിലെ ഒരു ഗേൾസ് ഹൈസ്കൂളിൽ IT അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുകയാണ് പങ്കൻ. ആടിയുള്ള നടത്തത്തിൽ നിന്നും പൂർണ്ണമായും മോചനം നേടിയ ജോണി ഇന്ന് ഒരു കോസ്മോപൊളിറ്റൻ ബിസിനസ് മാഗ്നറ്റാണ്. പങ്കനും പ്രേമനുമൊപ്പം തൻ്റെ അവധിക്കാലം ചെലവഴിക്കുന്നതിനു വേണ്ടി തൻ്റെ സാമ്രാജ്യം വിലയിരിക്കുന്നതിനുമായി ജോണിയും ഇപ്പോൾ മെൽബണിലെത്തിയിട്ടുണ്ട്. ശശി പോലീസ് ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തി കൂമ്പിടിച്ചു വാട്ടി ഇപ്പോൾ ജയിലിലാണ്. പേടിത്തൊണ്ടൻ ഹൈദ്രോസ് ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി മാട്ടിറച്ചി വെട്ടി കടകളിൽ സപ്ലൈ ചെയ്യുന്നു. സുബ്രൻ. മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയ സുബ്രനെ നമുക്കൊന്നിനി കാണാം. ഹൃദയിൽ മൃദുമാരുതഗമനം, ശ്രുതി തന്മധുരാങ്കിത ചലനം, സ്മൃതിയിൽ അമൃതായതു വരണം, മൃദുഹാസാലങ്കൃതവദനം. ഈ കലാ ഉദ്യമത്തിന്റെ അണിയറ പ്രവർത്തനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സുബ്രൻ, പ്രേമൻ, ആന്റണി പടയാട്ടി, പങ്കൻ, വിനീത് ജയചന്ദ്രൻ, സുബ്രൻ, VR പ്രകാശ് ചെറുകുന്നം, ജോണി വാക്കർ, സെബി ആലപ്പാട് കരാഞ്ചിറ, മോണിക്ക, ലിയോ ജോർജ് ഇലഞ്ഞിക്കൽ, മട്ടാഞ്ചേരി ശശി, പോൾ വർഗീസ്, പേടിത്തൊണ്ടൻ ഹൈദ്രോസ്, കൊച്ചിൻ നാസർ. സംഗീതം സഹസംവിധാനം രാജ് കുറൂർ പഴകുളം. രംഗപടം ജോസഫ് പറോക്കരൻ പന്തക്കൽ. പ്രൊഡക്ഷൻ കൺട്രോളർ ഡോക്ടർ ഷാജു മാണി കുദ്നാപ്പിള്ളൻ. കോറിയോഗ്രാഫി, ഡയറക്ഷൻ, മൂലകഥ, ആശയം, ആവിഷ്കാരം ഡോക്ടർ സമീർ ബർക്കെ, ഹൗസ് ബാംഗ്ലൂർ. ഡോക്ടർ സമീർ ബർക്കെ. തിരക്കഥ സൂത്രധാരന്മാർ മഞ്ഞപ്രാവ് വടക്കുംഭാഗം DFI സെക്രട്ടറി പ്രതീഷ് മാർട്ടിൻ ചേട്ടം. വളരെ മനോഹരമായ ഈ സ്കിറ്റ് അവതരിപ്പിച്ച പ്രദേശത്തിന്